നമസ്കാരം. കേരളത്തെ പിടിച്ചുകുലുക്കിയ ഷാരോൺ വധക്കേസ് അത്ര പെട്ടെന്നൊന്നും നാം മറക്കാനിടയില്ല. കഷായത്തിൽ കൊടും വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മ എന്ന പേരും സുപരിചിതമാണ് നമുക്ക്. ബ്രില്യൻ ആൻഡ് ബ്രൂട്ടൽ മർഡർ എന്നാണ് ഈ കേസ് നിരീക്ഷിച്ച വിദഗ്ധർ പറഞ്ഞ വാക്കുകൾ. ഷാരോണിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിയ നിലയിലായിരുന്നു. സ്നേഹിക്കുന്ന ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമായിരുന്നു ഈ കേസ് സമൂഹത്തിന് നൽകിയത്. ഒരു സ്ത്രീ ഇത്രയും ക്രൂരയാകുമോ എന്ന് ചിന്തിപ്പിച്ച സംഭവം. വർഷങ്ങൾക്കിപ്പുറം സമാന സ്വഭാവമുള്ള ഒരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കേരളം. കോതമംഗലത്ത് യുവാവ് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ പെൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി 8:30 മാതിരപ്പള്ളി മേലത്തുമാലിൽ അലിയാരുടെ മകൻ അൻസിൽ മരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു മരണം. പെൺ സുഹൃത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി തനിക്ക് വിഷം നൽകിയെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസിൽ വെച്ച് അൻസിൽ സുഹൃത്തിനോട് പറയുന്നുണ്ട്. സുഹൃത്ത് ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ചേലാട് സ്വദേശിനിയായ 30-കാരിയെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അൻസിലിൻ്റെ ഉമ്മയെ വിളിച്ച മകനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് നേരത്തെ യുവതി പറഞ്ഞിരുന്നതായി മറ്റൊരു ബന്ധു പറഞ്ഞിരുന്നു. അൻസിൽ വിളിച്ചതിനെ തുടർന്നാണ് പോലീസ് വിവരം അറിയുന്നത്. മകൻ വിഷം കഴിച്ച് കിടപ്പുണ്ട്, വേണമെങ്കിൽ എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് അൻസിലിൻ്റെ ഉമ്മയെയും മകനെയും യുവതി വിളിച്ച് പറയുകയും ചെയ്തു. യുവതിയും അൻസിലും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്. മുൻപ് ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മാലിപ്പാറയിലെ ഈ പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് അൻസിലിൻ്റെ ഉള്ളിൽ വിഷം എത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 2:30 ഇത്. തുടർന്ന് അൻസിലും പെൺസുഹൃത്തും ഇക്കാര്യം പോലീസിൽ അറിയിച്ചു എന്നാണ് വിവരം. പോലീസ് എത്തി ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പുലർച്ചെ 12:20 വരെ അൻസിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള പേഴയ്ക്ക പള്ളിയിലുണ്ടായിരുന്നു. പിന്നീടാണ് പെൺസുഹൃത്തിൻ്റെ വീട്ടിലെത്തിയത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള അൻസിൽ വിവാഹിതനാണ്, മക്കളുമുണ്ട്. അൻസിലിൻ്റെ ബന്ധു കൂടിയാണ് പെൺസുഹൃത്ത്. ഇടയ്ക്കിടെ പിണങ്ങാറുണ്ടായിരുന്നുവെങ്കിലും അവ പരിഹരിക്കപ്പെട്ടിരുന്നുവെന്നാണ് വിവരം. അതേസമയം അൻസിലിൻ്റെ ഭാഗത്തു നിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും തുടർന്നാണ് ഇയാളെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി വിഷം കലർത്തി കൊന്നത് എന്നുമാണ് സൂചന. യുവതിക്കെതിരെ കൊലക്കുറ്റത്തിനടക്കം കേസെടുക്കുന്നുണ്ട്. പെൺസുഹൃത്ത് വിഷം കലക്കി തന്നതായി ചികിത്സയിലിരിക്കെ അൻസിൽ നൽകിയ മൊഴി ആണിപ്പോൾ നിർണായക സൂചനയായി മാറിയത്. ഇതിന് പിന്നാലെ യുവതി വിഷം വാങ്ങിയതിൻ്റെ തെളിവുകളെല്ലാം തന്നെ പോലീസിന് ലഭിക്കുകയായിരുന്നു. വധശ്രമത്തിനായിരുന്നു ആദ്യം കേസെടുത്തത്. യുവാവ് മരിച്ചതോടെ കൊലക്കുറ്റം ചുമത്തി. എന്താണ് കൊലപാതകത്തിൻ്റെ കൃത്യമായ കാരണമെന്ന വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. യുവതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരും തമ്മിൽ ദീർഘനാളുകളായി അടുപ്പത്തിലായിരുന്നു. ഇടയ്ക്ക് പിണങ്ങിയപ്പോൾ അൻസിലിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനുശേഷം ഇരുവരും തമ്മിൽ വീണ്ടും അടുപ്പത്തിലാവുകയായിരുന്നു. പിന്നീട് എന്തോ കാരണവശാൽ യുവാവിനെ ഒഴിവാക്കണമെന്ന് യുവതി തീരുമാനിക്കുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച വിഷം നൽകിയെന്നാണ് സൂചന. ഏതാണ്ട് നെയ്യാറ്റിൻകരയിലെ ഷാരോനെ ഗ്രീഷ്മ വധിച്ചതിന് തുല്യമാണ് ഈ ഒരു ശ്രമവും. എന്നാലും ഗ്രീഷ്മ നടത്തിയ കൊലപാതകം പോലെ തന്നെ ഈ ഒരു കേസും വരും നാളുകളിൽ കേരളം ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്.